നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടുക്കിയ കുപ്രസിദ്ധ കേസായ വരുൺ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചുകൊള്ളുന്നു. ഗീതേ, നീ വിഷമിക്കണ്ട. ജോർജ് കുട്ടിയെ ഒതുക്കുവാൻ ഒരു ബ്രില്യൻ പ്ലാൻ സഹദേവനെ വെച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ആ വിവരം ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. അത് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്താലോ? ഐ തിങ്ക് ദിസ് ഇസ് എ റൈറ്റ് ടൈം. എന്റെ പ്രഭ, താൻ ഒരു മണ്ടനാണെന്ന് വീണ്ടും ഇങ്ങനെ തെളിക്കല്ലേ. ആ തൊലിഞ്ഞ പ്ലാൻ കേട്ടപ്പോൾ തൊട്ടാണ് എൻ്റെ ഡിപ്രഷൻ കൂടിയത്. ഒരു 4ാം ക്ലാസ്സുകാരനെ തോപ്പിക്കാൻ മിനിമം ഒരു 5ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയെങ്കിലും കാണിച്ചുകൂടെ തനിക്ക്? എന്താ മോളെ, ഇമാതിരി ന്യൂസ് കാണുന്നതിന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിനക്ക് നാളെ എക്സാം ഉള്ളതല്ലേ, പോയിരുന്ന് പഠിച്ച്. പിന്നെ മോളോട് അച്ഛനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നാളെ എക്സാം ഹോളിന് പുറത്ത് അവിടെ കുറച്ച് പോലീസുകാരുണ്ടാകും. അവർ മോളോട് തിരിച്ചും മറിച്ചും ഓരോ കാര്യങ്ങൾ ചോദിക്കും. മോളെല്ലാം അച്ഛൻ പഠിപ്പിച്ചതുപോലെ മാത്രമേ പറയാവൂ. വേറെ ഒന്നും മോൾ തുറന്ന് പറയില്ലേ, കേട്ടോ മോളെ? മോളെ, അച്ഛന് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. റാണി ആയിരിക്കും കൂടെ വരുന്നത്. റാണി 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 അതിന് നമ്മൾ ഓഗസ്റ്റ് 2-ാം തീയതി പാറേപ്പള്ളിയിൽ ധ്യാനത്തിനുമായിട്ട് പിറ്റേ ദിവസമല്ലേ വന്നേ? നശിപ്പിച്ച്. നീ പോകണ്ട, ഞാൻ പൊക്കോളാം, വിട്ടേക്ക്. നമസ്കാരം. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത. ഈ വർഷത്തെ നീറ്റ് എക്സാമും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. സുപ്രധാന കേസിന്റെ വഴിത്തിരിവിലേക്കാണ് ഇത് നയിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന വരുണിന്റെ മുഖഛായയുമായി സാദൃശ്യം ആൻസർ കീയുമായി പിടിക്കപ്പെട്ട തരുൺ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം കോടതി വരുൺ കൊലക്കേസ് പുനരന്വേഷണം ചെയ്യാൻ ഉത്തരവിട്ടു. ജോയ് ചുട്ടി, എനിക്ക് പേടിയാവുന്നു. പോലീസ് വീണ്ടും വരുമോ? റാണി, നീയും മക്കളും ജയിലിൽ പോയാലും ഒരിക്കലും ഞാൻ ജയിലിൽ പോകത്തില്ല. അയ്യോ, അങ്ങനെയല്ല. ഞാൻ ജയിലിൽ പോയാലും ഒരിക്കലും നിങ്ങളെ ഞാൻ ജയിലിൽ എടുത്തില്ല. മക്കളെ, ഇതിനൊരു അന്ത്യം വേണം. അച്ഛൻ കീഴടങ്ങാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി കമ്പിപ്പാരയും കൊണ്ട് ആരെയും തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ പോവല്ലേ. അച്ഛൻ ഇനിയും കുഴി തോണ്ടാനുള്ള സ്റ്റാമിന ഇല്ല. നിനക്കും ബാധകമാണ്. മുരുക, പറയപ്പള്ളി പോയിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. മിസ്റ്റർ ബാസ്റ്റിൻ, താങ്കളായിരുന്നു. കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ മകൻ വരുണായിരിക്കുമെന്ന്. ഓരോ കോളിംഗ് ബെല്ല് കേൾക്കുമ്പോഴും എനിക്ക് അവൻ്റെ ഓർമ്മയാണ് വരുന്നത്. എനിക്ക് അവനെ മിസ് ചെയ്യുമ്പോഴൊക്കെ അവളൊരു കോളിംഗ് ബെല്ലടിക്കും. അവൾക്ക് അവനെ മിസ് ചെയ്യുമ്പോഴൊക്കെ ഞാനും ഒരു കോളിംഗ് ബെല്ലടിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ കഴിച്ചു കൂട്ടിയത്. ഇനിയോ, കമിൻ മിസ്റ്റർ ബാസ്റ്റിൻ, മീറ്റ് ഗീത. മിസ്സസ് ഗീത, താൻ എന്തിനാണ് ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നത്? ജോർജ് കുട്ടി അകത്തായല്ലോ, പിന്നെ ഇപ്പം എന്താണ് പ്രശ്നം? മിസ്റ്റർ ബാസ്റ്റിൻ, ഇതിനെങ്ങനെ എൻ്റെ മകൻ്റെ ഛായ വന്നു? വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന വരുണിന്റെ മുഖഛായയുമായി സാദൃശ്യം ആൻസർ കീയുമായി പിടിക്കപ്പെട്ട തരുൺ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഇനി ഞാൻ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. മൂകാംബികയിൽ ദാക്ഷായണിയിലുണ്ടായ എൻ്റെ മകനാണ് തരുൺ പ്രഭാത്. അപ്പൊ എല്ലാ മാസവും മൂകാംബികയിൽ തൊഴാൻ പോണത് ഇതിനായിരുന്നു അല്ലേ? എക്സാക്ട്ലി. താൻ ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം ഗീതേ. മിസ്റ്റർ പ്രഭാകർ, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? 2 ഭാര്യമാർ, ഒരേ ചായയുള്ള കാർബൺ കോപ്പി പോലെയുള്ള 2 പിള്ളേരോ? എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ പ്രഭാകർ. എല്ലാം വിധിയുടെ വിളയാട്ടം. അപ്പോൾ എല്ലാ കൊല്ലവും താൻ നടത്തുന്ന ഇന്റർനാഷണൽ ട്രിപ്പുകൾ, ദാറ്റ് മീൻസ് انت جميل يا بعيد. نعم انت